വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച BDJS ഈ മാസം 28-നും 29-നും ജില്ലയിൽ ദുരിത നിവൃത്തി യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് പൈലി വാത്യേട്ടിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് കാലത്ത് 10 മണിക്ക് ചെറുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര സംസ്ഥാന സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും. 29-ന് കാലത്ത് 10 മണിക്ക് ചെറുവാഞ്ചേരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകുന്നേരം 6:45-ന് ഇരിട്ടിയിൽ സമാപിക്കും. പരിപാടിയിൽ NDA നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോളേജ് ഹോസ്റ്റലിലുൾപ്പെടെ ലഹരി വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെതിരെയൊന്നും നടപടിയെടുക്കുന്നില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും ഒരു ഭയാനകമായൊരു വിഷയം, ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും അല്ലെ ഏജന്റുമാരുടെ കയ്യിൽ നിന്നും ഒരു ഗ്രാമാറ്റം നിരോധിത മയക്കുമരുന്നാണിത്. ഈ നിരോധിത മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ തോത് നോക്കിയിട്ട് ജാമ്യം കൊടുക്കുന്ന വ്യവസ്ഥയാണ് നമ്മുടെ നിയമത്തിലുള്ളത്. അത് മാറിയാൽ മാത്രമേ, അത് കർശനമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഈ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള മുന്നോട്ട് പോയാൽ മാത്രമേ കേരള സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് നമ്മുടെ പൊതു സമൂഹം ഉൾപ്പെടെ നല്ല നിലയിൽ ഇടപെട്ടാൽ മാത്രമേ ഈ മാഫിയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയൂ. ഇപ്പോഴും പണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണ സംവിധാനം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഈ പറയുന്ന ഈ പിണറായിയുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്തരം ലഹരി മാഫിയകൾ വളർന്നു വന്നത്. അവരെ സഹായിക്കാൻ നമ്മുടെ ഭരണവർഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ടാണ് എന്നത് ഒരു സത്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പൈലി വാത്യാട്ടിൻ്റെ നേതൃത്വത്തിൽ ദുരിത നിവൃത്തി യാത്ര കണ്ണൂരിലെ ചെറുപുഴയിൽ നിന്ന് ആരംഭിച്ച് ഇരിട്ടിയിൽ സമാപിക്കുകയാണ്. ഇ മനീഷ്, ജിതേഷ് വിജയൻ, നിർമ്മല അനിരുദ്ധൻ, AK സതീഷ് ചന്ദ്രൻ, താടി സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.